റാന്നി പ്ലാച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ജീവനക്കാരുടെ കഞ്ചാവ് കൃഷി ഗ്രോ ബാഗിൽ കഞ്ചാവ് ചെടികൾ നട്ടുവളർത്തിയത് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടെ അറിവോടെയാണെന്ന് വകുപ്പുതല അന്വേഷണത്തിൽ കണ്ടെത്തി. ഉദ്യോഗസ്ഥരുടെ പങ്കിനെക്കുറിച്ച് ഫോറസ്റ്റ് വാച്ചർ വെളിപ്പെടുത്തുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. പ്ലാച്ചേരി സ്റ്റേഷനിൽ കഞ്ചാവ് വെടി വെച്ചിട്ടുണ്ടായിരുന്നു. എവിടെ വെച്ചത്? പഴയ കെട്ടിടത്തിൻ്റെ പുറകിൽ. എത്ര ചെടി വെച്ചിട്ടുണ്ട്? 10 കിളുത്ത് വന്ന എത്ര എണ്ണം വെച്ച്? 13 എണ്ണം വെച്ചോ? ഇല്ല, മൊത്തം 40 എണ്ണം വെച്ച്. എത്ര വലിപ്പത്തിൽ വെച്ചു? 24 വാർത്തയെ തുടർന്ന് ഫോറസ്റ്റ് സ്റ്റേഷനിൽ പരിശോധന നടത്തിയ പോലീസ് കഞ്ചാവ് ചെടി കണ്ടെടുത്തു. വിശദമായ അന്വേഷണം നടത്തുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്, അതിന്റെ വിശദാംശങ്ങൾ എന്താണ്, എത്ര കാലമായി അത് തുടങ്ങിയിട്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച് പൂർണ്ണ വിവരം തയ്യാറാക്കി നൽകുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വസ്തുതകൾ പരിശോധിച്ച് വസ്തുനിഷ്ഠമായ ഒരു പരിശോധനയ്ക്ക് ശേഷം കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കണ്ടാൽ കുറ്റവാളിക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്താണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അതിനുശേഷം നടത്തിയ പരിശോധനയിൽ അത് കൃത്യമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇപ്പോൾ നടപടിയായോ ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർക്കുൾപ്പെടെ ഉള്ളവർക്കെതിരെ? നമ്മൾ ഈ വാർത്ത 8:30 മണിയോട് കൂടിയാണ് നമ്മളിത് ഓൺ എയർ നൽകുന്നത്, ബ്രേക്ക് ചെയ്യുന്നത്. അതിനുശേഷം ഉടൻ തന്നെ ഒരു 10 മിനിറ്റിനകം തന്നെ എക്സൈസിന്റെ ഒരു ഇന്റലിജൻസ് സംഘം ഫ്ലൈയിങ് സ്ക്വാഡ് അവിടെ എത്തുകയായിരുന്നു. അവർ ഒരു പരിശോധനാ ഘട്ടത്തിൽ നടത്തി. ഏതാണ്ട് അരമണിക്കൂറിനകം നമ്മളും ആ പ്രദേശത്ത് പ്ലാച്ചേരിയിലെത്തി. കോട്ടയം പത്തനംതിട്ട ജില്ലയുടെ അതിർത്തിയാണ് ഈ പ്ലാച്ചേരി സ്റ്റേഷൻ. എന്തായാലും ആ പരിശോധനയിൽ ആദ്യഘട്ടത്തിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീടും ആ പരിശോധന തുടർന്നു. അതിനുശേഷം എക്സൈസിന്റെ ആദ്യഘട്ട സംഘം മടങ്ങി. രണ്ടാമതൊരു ടീം അവിടെ എത്തുന്നതിന് തൊട്ട് മുൻപേ തന്നെ നാട്ടുകാർ വലിയ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. അതിനുശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധവുമായി എത്തി. തുടർന്നാണ് ഇത് മണിമല പോലീസ് സ്റ്റേഷൻ, കോട്ടയം ജില്ലയിലെ മണിമല പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ്. എന്തായാലും അവിടെ നിന്ന് ജയമോഹൻ എന്ന CIയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തി. അതിനുശേഷമാണ് നാട്ടുകാരടക്കം അവിടേക്ക് ഇരച്ചു കയറി ഒരു പരിശോധന നടത്തിയത്. അതിൽ നാട്ടുകാരുടെ കൈവശമാണ് ഇത് ഈ കെട്ടിടത്തിന് തൊട്ടു പുറകിൽ നിന്ന് ആദ്യഘട്ടത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പോലീസ് പറയുന്നത് ആദ്യഘട്ടത്തിൽ തങ്ങൾ ചെറിയ സംശയം തങ്ങൾക്ക് തോന്നിയിരുന്നു എന്നാണ്. പക്ഷേ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് ഒരു കഞ്ചാവ് ചെടി, അത് കൃത്യമായ രീതിയിൽ ഗ്രോ ബാഗിൽ നട്ടുപിടിപ്പിച്ച നിലയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു കഞ്ചാവ് ചെടി കണ്ടെടുത്തത്. അതുമായാണ് അതിനുശേഷം നാട്ടുകാർ പോലീസിന് തന്നെ കൈമാറുകയായിരുന്നു. എന്തായാലും വന അതിർത്തിയിൽ അതിക്രമിച്ചു കയറി എന്നൊക്കെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അപ്പോൾ തന്നെ ഈ നാട്ടുകാർക്കെതിരെ പരാതി ഉന്നയിച്ചിരുന്നു. എന്തായാലും അപ്പോൾ തന്നെ ഇത് പിടിച്ചെടുത്ത് പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് മാറ്റുകയായിരുന്നു. എന്തായാലും കേസ് എടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അജേഷ് എന്നാണ് ഇത്തരത്തിൽ ആ വനംവകുപ്പ് വാച്ചറുടെ പേര്. അയാൾ ഒളിവിലാണ് എന്നും പോലീസ് പറയുന്നുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർക്കോ അല്ലെങ്കിൽ മറ്റാർക്കോ പങ്കില്ല എന്നൊരു വാദം അവർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ BR ജയൻ എന്ന റേഞ്ച് ഓഫീസർ, അവിടെ നിന്ന് സ്ഥലം മാറിപ്പോയ റേഞ്ച് ഓഫീസറുടെ റിപ്പോർട്ടിൽ വളരെ വൃത്തിയായി തന്നെ ഈ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അജയുടെയും അതുപോലെ തന്നെ അവിടുത്തെ ബീറ്റ് ഓഫീസറായ സാമിന്റെയും അടക്കം പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ അറിവോട് കൂടിയാണ് എന്ന് പറയുന്ന മൊഴിയാണ് ഇപ്പോൾ നമുക്ക് അജേഷിൻ്റെതായി പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ശക്തമായ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്വേഷണത്തിന് വനംവകുപ്പ് മന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ കേസ് എടുക്കും ഈ വിഷയത്തിൽ. അതിൽ അന്വേഷണത്തിന് ശേഷമാണ് പ്രതികൾ ആരൊക്കെയാണ് എന്ന് വ്യക്തമാവൂ എന്നാണ്. ഇതിൽ വകുപ്പുതല അന്വേഷണം നടക്കാൻ ഉണ്ടോ ഇനി? അതിൽ ഈ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർക്ക് അദ്ദേഹത്തിന്റെ അറിവോടെയാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉൾപ്പെടെ ഇതിൽ കുറ്റക്കാരനാണല്ലോ ശ്രീജിത്ത്. തീർച്ചയായും ഇവർ പറയുന്നത്, ഈ ഫോറസ്റ്റിലെ അവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്നത് തങ്ങൾ അറിഞ്ഞില്ല, ഇത് ഈ താൽക്കാലിക വാച്ചറായ ആൾ തന്നെയാണ് ഇത്തരത്തിൽ ഒരു കൃഷി നടത്തിയതെന്നാണ്. പക്ഷെ അതൊരു ചോദ്യം മാത്രമാണ്. ഈ ഒരു ഒഴിഞ്ഞ കെട്ടിടമാണ്, അധികം സ്ഥലമില്ല. തൊട്ടടുത്ത മേഖലയിൽ എങ്ങനെയാണ് ഇവരറിയാതെ ഇത്തരത്തിലുള്ള കൃഷി നടത്തുക എന്നത് ഇതൊരു ചോദ്യം തന്നെയാണ്. എന്തായാലും അതിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അപ്പോഴാണ് ഈ വകുപ്പ് തല അന്വേഷണം, ആരൊക്കെ അറിഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള അറിവാണ് ലഭിച്ചിരിക്കുന്നത് എന്നതാണ് അറിയേണ്ട. എക്സൈസ് വിജിലൻസ് സംഘമാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തുന്നത്. എന്തായാലും ഈ അന്വേഷണത്തിന് ശേഷം മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള നടപടിയിലേക്ക് കടക്കൂ എന്നാണ് ഇപ്പോൾ വനം വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നമുക്ക് നൽകുന്നത്. പത്തനംതിട്ടയിലാണ് ഫോറസ്റ്റ് ഓഫീസിൽ കഞ്ചാവ് കൃഷി, അത് റിപ്പോർട്ട് ചെയ്തത് 24 ആണ്. അതിനുശേഷം പരിശോധന നടക്കുന്നു. ഈ വാർത്ത കൃത്യമാണോ എന്നത് ബോധ്യപ്പെടുന്നു. അതിനെ തുടർന്ന് ഇപ്പോൾ അടുത്ത നടപടിയിലേക്ക് വനം വകുപ്പ് കടക്കും.